സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി വളരെ സന്തോഷത്തിലിരുന്ന് പറയുന്നുണ്ട്, ഞാൻ ആ പ്രഭാവതിക്കെതിരെ അവളുടെ 2 ചിറകുകൾ അരിഞ്ഞെടുത്തു. ഒന്ന് ആ ദേവിക, മറ്റേത് നന്ദൻ. മകനും മരുമകളും അവരില്ലാതെ പ്രഭാവതിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒരു ചാവേറുകളാക്കി മാറ്റിയെടുക്കും. പ്രഭാവതി നോക്കുമ്പോൾ മകളും മരുമകനും മരിച്ചു കിടക്കുന്ന ആ ഒരു കാഴ്ചയും കാണിച്ചു കൊടുക്കണം. എനിക്ക് പ്രഭാവതിയോടാണ് ശത്രുത. അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവളെ അറ്റാക്ക് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ പ്രഭാവതി അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാകും എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്യുന്നു. അതേസമയം ജോലി കഴിഞ്ഞ് ദേവികയും നന്ദനും ഒരുമിച്ച് മടങ്ങി വരുന്നു. ദേവിക വളരെ സന്തോഷത്തിലാണ്. കാരണം ദേവികയ്ക്കും നന്ദനും ഒന്നും അറിയത്തില്ല അരുന്ധതി ഇതുപോലെ തങ്ങളെ ചതിക്കുവാണെന്നും പ്രഭാവതിയുടെ ശത്രുവാണ് ഈ അരുന്ധതി എന്നൊന്നും അവർക്കറിയില്ല. സത്യത്തിൽ നന്ദൻ്റെ ജോലി എന്താണെന്ന് ദേവിക അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാകും. അതേസമയം ത്യാഗരാജനെ വിളിച്ച് തേണക്ക് അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ എൻ്റേതായ ചില കരുക്കളൊക്കെ നീക്കുന്നുണ്ട്. ത്യാഗരാജൻ എനിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. എന്നാൽ മാത്രമേ ത്യാഗരാജന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകാനാകൂ എന്ന് പറയുന്ന സമയത്ത് ത്യാഗരാജൻ പറയുന്നു, എത്രയും പെട്ടെന്നൊന്നും മടങ്ങിപ്പോകാൻ സാധിക്കില്ല. സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ. അതൊക്കെ നിൻ്റെ കാര്യം, എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനെന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് അരുന്ധതി വാക്ക് കൊടുക്കുന്നു. അതേസമയം പ്രഭാവതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്നെ പലപ്പോഴായിട്ട് സഹായിച്ച ഒരാളുണ്ട്, അയാളെ തകർത്തത് ത്യാഗരാജൻ തന്നെയാണ്. ആരെയാണെന്നൊക്കെ ചോദിക്കുന്നെങ്കിലും പ്രഭാവതി അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. പ്രഭാവതി എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നു എന്നുള്ള കാര്യം വീട്ടിലെ എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രഭാവതി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് വിട്ടു ചോദിക്കാനും എല്ലാവർക്കും ഒരു മടി. അതേസമയം പ്രഭാവതി ഗിരീഷിനോട് പറയുന്നുണ്ട്, ഇതുപോലെ ചന്ദ്രമതി എല്ലാ സ്വത്തുക്കളും എനിക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ത്യാഗരാജൻ്റെ ഇങ്ങനൊരു നീക്കം. അതായത് എല്ലാം അവ അറിയുന്നുണ്ട്. എല്ലാ സ്വത്തുക്കളും നമുക്ക് തരുമോ എന്നുള്ളതായിരുന്നു അവൻ്റെ പേടി. ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം ചന്ദ്രമതിയെ കോളും കിട്ടുന്നില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കുമെന്നുള്ള കാര്യത്തിലാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നതെന്ന് പറയുമ്പം ഗിരീഷ് പറയുന്നുണ്ട്, മേഡം എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? മേഡത്തിൻ്റെ വലതും ഇടതുമായി ഞാനും നന്ദനും ഇല്ലേ? മേഡം എന്നെ ഒരു മകനെ പോലെയാണ് കാണുന്നതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, മേഡത്തിൻ്റെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ, ആ ചന്ദ്രമതി മേഡം അവിടെ ഉണ്ടോ എന്ന് തിരക്കിയിട്ട് വരാം എന്ന് പറയുന്ന സമയത്ത് പ്രഭാവതി പറയുന്നു, വേണ്ട, ഇനി രജനിയുടെ കരച്ചിലും കൂടി കാണാനുള്ള ശേഷി എനിക്കില്ല, മോൻ അങ്ങോട്ടേക്ക് പോകണ്ട. ഒന്നും മിണ്ടാതിരിക്കുക. ആ ത്യാഗരാജൻ ആരാ? അവൻ എന്താ എന്നെ മൂക്കി പിടിച്ച് കയറ്റുമോ? അവൻ്റെ കള്ളക്കളിയെല്ലാം കണ്ടുപിടിക്കും, ഞാൻ അങ്ങോട്ടേക്ക് പോയിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് വീട്ടിലെ എല്ലാവർക്കും പേടിയാകുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗിരീഷ് മറ്റാരും പറയുന്നത് കേൾക്കാതെ ചന്ദ്രമതിയെ തേടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം ദേവികയും നന്ദനും ദേവികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്നേരം നടന്ന കാര്യങ്ങളെല്ലാം നന്ദനും ദേവികയും മാധവനെ അറിയിക്കുന്നതിനെ തുടർന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. എന്നാലും അത് വല്ലാത്ത മണ്ടത്തരമായിപ്പോയി. ഗിരീഷിനെ ഒരിക്കലും ത്യാഗരാജൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. അത് വല്ലാത്ത മണ്ടത്തരമാണെന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാകുന്നു. അതേസമയം ത്യാഗരാജൻ്റെ വീട്ടിലേക്ക് ചന്ദ്രമതിയെ തേടി നമ്മുടെ ഗിരീഷ് എത്തിയിരിക്കുന്നു. ഗിരീഷിനെ തടയാൻ വേണ്ടിയിട്ട് 2-3 ഗുണ്ടകൾ അവിടെ നിൽപ്പുണ്ട്. ഗിരീഷിനെ ശരിക്കും അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കെന്ന് കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, ഇതിനെ തുടർന്ന് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ത്യാഗരാജൻ ഇനി ഗിരീഷിനെ ഉപദ്രവിക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്യുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.